ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. രാജ്യത്തെ ഓട്ടോമൊബൈൽ റീറ്റെയിൽ വിൽപ്പനയിൽ മുന്നേറ്റം. ജനുവരിയിൽ ഓട്ടോ റീറ്റെയിൽ വിൽപ്പനയിൽ 7% വർധന രേഖപ്പെടുത്തി. പാസഞ്ചർ വാഹന വിഭാഗത്തിൽ 16% വർധന. ജനുവരിയിൽ രാജ്യത്തെ ഓട്ടോമൊബൈൽ റീറ്റെയിൽ വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ 6.6% വളർച്ച രേഖപ്പെടുത്തി. ഡിസംബറിലെ ഇടിവിൽ നിന്നുള്ള മുന്നേറ്റം മേഖലയ്ക്ക് കരുത്താവുമെന്ന പ്രതീക്ഷയിലാണ് ഓട്ടോ സെക്ടർ. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻസ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിൽ ജനുവരിയിലെ വിൽപ്പന 2.29 ദശലക്ഷം യൂണിറ്റാണ്. മുൻവർഷത്തെ ഇതേ കാലയളവിലെ വിൽപ്പന 2.15 ദശലക്ഷമായിരുന്നു. 2024 ഡിസംബറിലെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 30% വർധനവാണ്. ഇരുചക്രവാഹന വിൽപ്പനയിൽ 4% മുന്നേറ്റം. മുച്ചക്രവാഹനങ്ങൾ, ട്രാക്ടർ, വാണിജ്യവാഹനങ്ങൾ എന്നിവയുടെ വിൽപ്പനയിലെ ഉയർച്ച യഥാക്രമം 6.8%, 5%, 8% എന്നിങ്ങനെയാണ്. മാർക്കറ്റിൽ ലീഡറായ മാരുതി സുസുക്കിയുടെ ജനുവരി വിൽപ്പനയിൽ 20% വർധനവ് രേഖപ്പെടുത്തി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ 13%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 20% വളർച്ച കൈവരിച്ചു. അതേസമയം ടാറ്റ മോട്ടോഴ്സ് നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിക്കാൻ സാധ്യത. മാർച്ച് 28-ന് സർവീസ് അവസാനിപ്പിക്കുമെന്ന അറിയിപ്പ് വന്നതിനു പിന്നാലെ വ്യാപകമായി എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസും സംഘവും ഗുഡ്ഗാവിൽ എയർ ഇന്ത്യ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചയിൽ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനുകൂല നിലപാട് ലഭിച്ചെന്നാണ് വിവരം. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ ഉറപ്പു നൽകിയതായി സിയാൽ അധികൃതർ പറഞ്ഞു. സാങ്കേതിക അനുമതിക്ക് ശേഷം മാസങ്ങൾക്കുള്ളിൽ സർവീസ് പുനരാരംഭിക്കാനാകുമെന്നും വിമാനങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഈ റൂട്ടിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. നിലവിൽ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ സർവീസ് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് സർവീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ സംയോജന ഗവേഷണ കേന്ദ്രം ചൈനയിൽ ഒരുങ്ങുന്നതായി US. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അപഗ്രഥിച്ചാണ് അമേരിക്കയുടെ നിരീക്ഷണം. ചൈനയിലെ മിയാങ്യാങ്ങിലാണ് ഈ പരീക്ഷണ കേന്ദ്രം. ലേസർ ഫ്യൂഷൻ എന്ന സാങ്കേതിക വിദ്യയിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നതെന്നാണ് USന്റെ കണ്ടെത്തൽ. സൂര്യന്റെ ഊർജ്ജ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്നതാണ് ലേസർ ഫ്യൂഷൻ. ഈ കേന്ദ്രത്തിൽ ആണവ സംയോജനം വഴി ഊർജ്ജോൽപാദനത്തിന് ലക്ഷ്യമിടുന്നുവെന്ന് അമേരിക്ക പറയുന്നു. എന്നാൽ ഇതിനപ്പുറം പ്രതിരോധപരമായ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോയെന്നും സംശയം നിലനിൽക്കുന്നു. USലെ നാഷണൽ ഇഗ്നീഷൻ ഫെസിലിറ്റിയേക്കാൾ വളരെ വലുതാണ് മിയാങ്യാങ്ങിലെ കേന്ദ്രം. ആണവ സംയോജന സാങ്കേതിക വിദ്യയിലും വളരാനുള്ള ചൈനീസ് ശ്രമത്തിന്റെ നേർസാക്ഷ്യമായിട്ടാണ് ഈ പരീക്ഷണ കേന്ദ്രം അടയാളപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി പ്രമുഖ സ്വകാര്യ ബാങ്കായ HDFC. മറ്റന്നാൾ UPI സേവനം തടസ്സപ്പെട്ടേക്കാമെന്നാണ് ഉപഭോക്താക്കൾക്ക് ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. UPI ഇടപാടുകൾ മറ്റന്നാൾ കുറച്ചു മണിക്കൂറുകൾ തടസ്സപ്പെടുമെന്നാണ് HDFC ബാങ്കിന്റെ പുതിയ അപ്ഡേറ്റ്. അന്നേ ദിവസം പുലർച്ചെ 12 മണി മുതൽ 3 മണി വരെയുള്ള 3 മണിക്കൂർ നേരം ബാങ്കിന്റെ UPI സേവനം പ്രവർത്തനരഹിതമാകും. സിസ്റ്റം അപ്ഡേറ്റിന്റെ ഭാഗമായാണ് സേവനം തടസ്സപ്പെടുന്നതെന്നും ഈ സമയത്ത് ഉപഭോക്താക്കൾക്ക് UPI വഴി പണം അയക്കാൻ കഴിയില്ലെന്നും ബാങ്ക് അറിയിച്ചു. പ്രവർത്തനരഹിതമായ സമയത്ത് ബാങ്കിന്റെ കറന്റ് സേവിങ്സ് അക്കൗണ്ടുകൾ വഴിയും റൂപേ ക്രെഡിറ്റ് കാർഡുകൾ വഴിയുമുള്ള സാമ്പത്തികേതര UPI ഇടപാടുകളും ലഭ്യമാകില്ലെന്നും HDFC ബാങ്കിന്റെ അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഒലയുടെ ബൈക്കുകൾ പുറത്തിറങ്ങി. റോഡ്സ്റ്റർ X സീരീസുകളിലുള്ള മോഡലുകളാണ് കമ്പനി അവതരിപ്പിച്ചത്. ബൈക്കുകളുടെ വിതരണം അടുത്ത മാസം ആരംഭിക്കും. റോഡ്സ്റ്റർ Xൽ 3, X+ൽ 2 എന്നിങ്ങനെ 5 ബാറ്ററി പാക്ക് ഓപ്ഷനുകളാണുള്ളത്. സ്കെയിലബിൾ എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിലാണ് ബൈക്കുകളുടെ നിർമ്മാണം. 74,999 രൂപ മുതലാണ് X ഷോറൂം വില. ബൈക്കുകൾ മാർച്ച് പകുതിയോടെ വിതരണം ചെയ്യാനാണ് ഒല പദ്ധതിയിട്ടിരിക്കുന്നത്. റോഡ്സ്റ്റർ X 2.5 കിലോവാട്ട് മോഡലിന് 144 കിലോമീറ്ററാണ് റേഞ്ച്. 3.5, 4.5 മോഡലുകൾക്ക് യഥാക്രമം 201, 259 എന്നിങ്ങനെയാണ് കമ്പനി റേഞ്ച് അവകാശപ്പെടുന്നത്. ഇക്കോ, നോർമൽ, സ്പോർട്സ് എന്നീ 3 റൈഡ് മോഡലുകളുള്ള വാഹനത്തിന് 4.3 ഇഞ്ച് LED ഡിസ്പ്ലേയും ലഭിക്കും.
സിൽവർ, ബ്ലൂ, ഗ്രീൻ, വൈറ്റ് നിറങ്ങളിൽ വാഹനം സ്വന്തമാക്കാം. 9.1 കിലോവാട്ടുള്ള റോഡ്സ്റ്റർ എക്സ് പ്ലസിന് 501 കിലോമീറ്ററും 4.5 വേരിയന്റിന് 259 റേഞ്ച്. ഇക്കോ, നോർമൽ, സ്പോർട്സ് എന്നീ 3 റൈഡ് മോഡുകളുമുണ്ട്. 125 ആണ് ഉയർന്ന വേഗത. 4.3 ഇഞ്ച് LED ഡിസ്പ്ലേ, അഡ്വാൻസ്ഡ് റീജൻ ബ്രേക്കിംഗ്, ക്രൂയിസ് കൺട്രോൾ, റിവേഴ്സ് മോഡ് എന്നീ ഫീച്ചറുകളുമുണ്ട്. റോഡ്സ്റ്റർ എക്സിന് സമാനമാണ് കളർ ഓപ്ഷനുകൾ. കൂടാതെ സെഗ്മെന്റിലാദ്യമായി ബ്രേക്ക് ബൈ വയർ സംവിധാനവും സിംഗിൾ ചാനൽ ABS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.